ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജെറുസലം പ്രവേശനമാണ് നാം ഇന്ന് അനുസ്മരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെയും, ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 28 മുതൽ 40 വരെയും, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 12 മുതൽ 19 വരെയും നാം വായിക്കുന്ന സംഭവമാണിത്. ഇതൊരു വിജയപ്രവേശനമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ക്രൂശിതൻ്റെ നിഴൽ മറഞ്ഞിരിക്കുന്നു. ഇത് ജെറുസലത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണുക. ജെറുസലേക്കുള്ള യാത്ര മഹത്വീകരിക്കപ്പെടാനാണ്. ഈശോയുടെ മഹത്വീകരണം അത് ക്രൂശിതൻ്റെ മഹത്വീകരണമാണ്. അതുവഴിയായിട്ടാണ് ഉത്ഥാനം സാധ്യമാകുന്നത്. ഈ സംഭവം ഓശാന ഞായറിൻ്റെ ജെറുസലം പ്രവേശനത്തിൻ്റെ ഈ സംഭവം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ 5 പ്രധാന ചിന്തകൾ വിഷയമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തേത്, ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഓശാന, ഉന്നതത്തിൽ നിന്ന് വന്നവൻ അനുഗ്രഹീതൻ, ഓശാന. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. ഇവിടെ ആ ജനവിഭാഗം, സ്ത്രീകളുണ്ട്, കൊച്ചുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അവർ രക്ഷകൻ്റെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലോർത്ത് ആ രക്ഷകൻ ഈ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുന്ന ഒരവസരമാണ്. ജെറൂക്കയിൽ നിന്നാണ് ഈശോ ജെറുസലമിലേക്ക് വരുന്നത്. ജെറൂക്കയിൽ വെച്ച് 2 അന്ധര് വിളിച്ചു പറഞ്ഞ സംഭവം ഇന്ന് തൊട്ടു മുമ്പ് സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട്. ആ അന്ധര് വിളിച്ചു പറഞ്ഞ എങ്ങനെയാണ്? ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. അതായത് വരുവാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണെന്നും ആ രക്ഷകനാണ് ഈ ക്രിസ്തു എന്നും ഏറ്റുപറയുന്ന സംഭവമാണ്. നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ജീസസ് ഈസ് ദ ഓൺലി സേവിയർ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ ഏക രക്ഷകൻ അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ജനതതി വിളിച്ചു പറയുന്നത്, ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. ഒരു നവോത്ഥാന നായകനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ഒരു വിപ്ലവകാരിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നത് ഇതിലുപരിയാണ്. അതുകൊണ്ടാണ് ലിയോ മാർപ്പാപ്പ തുർക്കിയിൽ ചെന്നപ്പോൾ നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം ജൂബിലി ആഘോഷിക്കാൻ ചെന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഈശോയെക്കുറിച്ച് ഒരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, പക്ഷെ അത് ക്രൈസ്തവ ദർശനത്തിൻ്റെ പൂർണ്ണമല്ല. ക്രിസ്തു ഏകരക്ഷകനാണ്. ക്രിസ്തുവിലൂടെയാണ് ഏകരക്ഷ സാധ്യമാകുന്നത്. ഈ ബോധ്യമാണ് നമ്മെയും ഓശാന വിളികളാൽ ക്രിസ്തുവിനെ ഇന്ന് എതിരേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓശാന ഒരു യഥാർത്ഥ പ്രാർത്ഥനയായിട്ട് മാറണം. പാപത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, അലസതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്
ഞങ്ങളെ രക്ഷിക്കണമേ. ആ രക്ഷ നേടുന്നത് അത് രക്ഷകനായിട്ടുള്ള ക്രിസ്തുവിൽ നിന്നാണ്. ഈ രക്ഷ ഉൾക്കൊണ്ട നാമൊക്കെ ഈ രക്ഷ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള നല്ല മനസ്സും കൂടെ ഉണ്ടാകണം. രണ്ടാമത്തെ ചിന്ത ഇന്നത്തെ ദിവസം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദേവാലയത്തെക്കുറിച്ചാണ്. യേശു ദിവസം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ കച്ചവടക്കാരെയൊക്കെ അടിച്ചോടിപ്പിക്കുന്നു. യേശു പറയുന്നുണ്ട്, എൻ്റെ ദേവാലയം അത് പ്രാർത്ഥനാലയം എന്നറിയപ്പെടണം. അത് കവർച്ചക്കാരുടെയോ കച്ചവടക്കാരുടെയോ ഗുഹയാകരുത്. ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതാണ്. ഇത് കച്ചവടക്കാരുടെ ഗുഹയാക്കരുത്, കവർച്ചക്കാരുടെ ഗുഹയാക്കരുത്. കച്ചവടം കൊണ്ട് അർത്ഥമാക്കുന്ന എനിക്ക് എന്ത് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് എന്ത് കിട്ടും, എന്ത് പ്രോഫിറ്റ് എനിക്ക് കിട്ടും. ദേവാലയം അതിനുള്ള ഇടമല്ല. മറിച്ച് നമുക്കെന്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകുന്നവർ എന്താണ് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് കഴിയുക? യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്തത്, അവിടെ അന്ധരുണ്ട്, കുരുടരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, രോഗികളുണ്ട്, അവരെയൊക്കെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത്. ദേവാലയം പ്രാർത്ഥനാലയമാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ തന്നെ വ്യയം ചെയ്യാനുള്ള ചൈതന്യം കിട്ടുവാനായിട്ട് കഴിയണം. അതോടൊപ്പം തന്നെ മറ്റൊരു ചിന്തയും കൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥ ദേവാലയം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയും അഴുക്കും അഹങ്കാരവും അഹന്തയും ഞാനെന്ന മനോഭാവവും ഒക്കെ മാറ്റിയെടുത്ത് അവിടെ ദൈവത്തിൻ്റെ ആലയമാക്കി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഭവനമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ചിന്ത, യേശു കഴുതപ്പുറത്താണ് ദേവാലയത്തിലേക്ക് രാജീയമായിട്ടുള്ള പ്രവേശനം നടത്തുന്നത്. ആ കഴുതയെ കൊണ്ടുവരാനായിട്ട് ശിഷ്യരോട് പറയുമ്പോൾ ഈശോ അവർക്ക് പറഞ്ഞു അയക്കുന്നുണ്ട്. കഴുതയെ അവിടെ ചെന്ന് അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഗുരുവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. അപ്പോൾ ആ കഴുതയെ കൊടുത്തുവിടും. ആ കഴുതയുടെ പുറത്താണ് ഈശോ ഔദ്യോഗികമായിട്ട് ദേവാലയത്തിലേക്ക് രാജകീയമായിട്ടുള്ള പ്രവേശനം നടത്തുന്നത്. ഇവിടെ രണ്ട് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്ന്, നമുക്കറിയാലോ, കഴുത മനുഷ്യരൊക്കെ ഒരു അപഹാസ്യ ജന്തുവായിട്ട് കരുതുന്നതാണ്. വിഴുപ്പ് ചുമക്കാൻ, ഭാരം ചുമക്കാൻ ഒക്കെ വേണ്ടിയുള്ളൊരു മൃഗം. നമ്മൾ മറ്റുള്ളവരെയൊക്കെ പരിഹസിച്ച് പറയാറുണ്ട്, അവനൊരു കഴുതിയാണ് അല്ലെങ്കിൽ അവളൊരു കഴുതിയാണ് എന്നൊക്കെ. ഈശോ ആ കഴുതിയെ അഴിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ആ ഉടമസ്ഥനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, അവയെക്കൊണ്ട് ഗുരുവിന് ആവശ്യമുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ തളരുന്ന നിമിഷങ്ങളുണ്ട്, പരിഹസിതരായിട്ട്, അപമാനിതരായിട്ട്, അവഗണിക്കപ്പെടുന്നവരായിട്ട്. പക്ഷെ ഓർക്കുക, നാം എത്ര അവഗണിക്കപ്പെട്ടാലും പരിഹസിതനായാലും നമ്മുടെ നാഥന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ ഗുരുവിന്, നമ്മുടെ രക്ഷകനായിട്ടുള്ള ക്രിസ്തുവിന്, ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് തിരിച്ചറിയണം. നമ്മുടെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ദൗത്യം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുമ്പോൾ എത്ര അവഗണനകൾ ഉണ്ടാകട്ടെ, എത്ര പരിഹാസങ്ങൾ ഉണ്ടാകട്ടെ, എത്ര ഒറ്റപ്പെടലുകൾ ഉണ്ടാവട്ടെ, അതിൻ്റെ മധ്യത്തിൽ നമുക്ക് കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള ദൗത്യബോധം, തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ചിന്ത, ഈശോ വിനീതനായിട്ട് കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുക. വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും വലിയ നേതൃത്വ പദവിയാണ് യേശു പ്രകടമാക്കുന്നത്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, മഹത്വത്തിൻ്റെ അർത്ഥം
ശിഷ്യത്വത്തിൻ്റെ അർത്ഥം, അധികാരത്തിൻ്റെ അർത്ഥം അത് എളിമയോടുകൂടിയുള്ള സേവനമാണ്. ക്രിസ്തു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ, ദേവാലയത്തിലേക്ക് രാജീവമായിട്ട് പ്രവേശിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ ദൂതനായിട്ട് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് എളിമയോടുകൂടിയുള്ള സേവനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുക. നാലാമത്തെ ചിന്ത അനുയായികളുടെ മനോഭാവമാണ്. അതിൽ ജെറിക്കോയിൽ സുഖപ്പെട്ട 2 അന്ധരുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഖപ്പെട്ട കുഷ്ഠരോഗികളുണ്ടായിരുന്നു. നായ്മിൽ വിധവയുടെ മകനുണ്ടായിരുന്നിരിക്കാം. ഇതുപോലെ തന്നെ സുഖപ്പെട്ട തളവാത രോഗി ഉണ്ടായിരുന്നിരിക്കാം ബെത്സയിദ കുളക്കരയിലെ. അവരൊക്കെ ഹൃദയവിശാലതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടിയുള്ള അനുധാവനമാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇത് കണ്ടു നിന്നിരുന്ന ഫരിസേയര്, യഹൂദ പ്രമാണികള്, അവര് അഹങ്കാരത്തോടുകൂടെ കുറ്റം പറയാനായിട്ടാണ് നോക്കി നിന്നിരുന്നത്. നാം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത് സമയാസമയങ്ങളിൽ മാറുന്ന വിധത്തിലുള്ള ചിന്തകളോടുകൂടിയാണോ? അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനും, പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുവാനുമാണോ നാം സന്നദ്ധമാകുന്നത്? കാരണം ആ ഓശാന പാടിയവരിൽ കുറേ പേരെങ്കിലും പിലാത്തോസിൻ്റെ മുന്നിൽ വെച്ച് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ഓശാന വിളിക്കാനും, പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് പറയുവാനുമാണോ നാം തയ്യാറാകുന്നത്? അതാകരുത്. സ്ഥിരതയുള്ള വിശ്വാസം ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും തളരാതെ തകരാതെ ധീരതയോടുകൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. 5-ാമത്തെ ചിന്തയായിട്ട് അവിടെയുള്ള യഹൂദരുടെയും പുരോഹിതരുടെയും പരിസയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ മനോഭാവമാണ്. അവർക്ക് യേശുവിനെ സ്വീകരിക്കാനുള്ള തുറവി ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ സ്വാർത്ഥതയ്ക്ക്, അവരുടെ അഹങ്കാരത്തിന്, അവരുടെ ഞാനെന്ന മനോഭാവത്തിന് വിരുദ്ധമാണ് യേശുവിൻ്റെ പഠനം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും യേശുവിനെ പിടിക്കാനും വിധിക്കാനും വധിക്കാനുമുള്ള ഗൂഢാലോചനയാണ് അവൻ നടത്തിയിരുന്നത്. അതിൻ്റെ അർത്ഥം നന്മയെ സ്വീകരിക്കാനുള്ള തുറവി ഇല്ലാത്ത അവസ്ഥ. അതിന് കാരണം അവരുടെ ഹൃദയത്തിലുള്ള തിന്മയെ അകറ്റാതെ നന്മ ഉള്ളിക്കയറില്ല. യേശുവിനെ ഉൾക്കൊള്ളാതെ ഒരു വിധത്തിലും നമ്മുടെ ഹൃദയത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകില്ല. ഈ ഓശാന ഞായർ നമ്മുടെയും ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം യേശുവിനെ സ്വാഗതം ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ പിന്നീട് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിരസിക്കുന്നവരാണോ? ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സത്യമായിട്ടുള്ള ഓശാന വിളികൾ ഉയരട്ടെ. ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്നുള്ള നല്ല ചിന്തയോടുകൂടെ, ക്രിസ്തു നമ്മുടെ ഏക രക്ഷകനാണ്, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഏക രക്ഷകനാണുള്ള നല്ല ചിന്തയോടുകൂടെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ദേവാലയമായിട്ട് വിനയത്തോടുകൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ഹൃദയമായിട്ട് മാറട്ടെ. അത് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.